അത് വഴക്കടിക്കാനാണോ മന്ത്രി? അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒച്ചയും ബഹളം ഒന്നും കേട്ടാൽ പേടിക്കുന്ന ആളല്ല, അങ്ങനെ ധരിക്കരുത്. സിനിമാ നടനാണ്, എനിക്ക് വലിയ ഇളക്കമൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്ന ഒരു അച്ഛൻ്റെ മോനാണ്, എന്നോട് വേണ്ട എന്നേ എനിക്ക് പറയാനുള്ളത്. പേടിപ്പിച്ചാൽ പേടിക്കുന്നിടത്ത് പോയി പേടിപ്പിക്കുക. ഒച്ചയും ബഹളമൊന്നും കേട്ടാൽ ഈ സിംഹഗർജനം കേട്ട് കിടക്കുന്നവരെ എന്തോന്ന് പൂച്ചയുടെ കരച്ചിലെന്ന് ചോദിക്കുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് വിട്ടേരെ. അതൊന്നും ഇതെല്ലാം കഴിഞ്ഞ് 10-24 കൊല്ലമായി മക്കളെ, ഇതെല്ലാം കഴിഞ്ഞു വന്നതാണ്. ഇനി കേൾക്കാനൊന്നും ബാക്കിയില്ല, പറയാനൊന്നും ബാക്കിയില്ല. അതുകൊണ്ടൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഒരു സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ഈ വാച്ച് KSRTCക്കാർ അടിച്ചോണ്ട് പോയെന്നും പറയരുത്, അവിടെ വെച്ചിട്ടുണ്ട്, അത് വന്ന് വാങ്ങിച്ചോണ്ട് പോകണം. ഇത് പിന്നെ പറയും ഇത് റോളക്സ് വാച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴഞ്ഞു പോത്തേ ഉള്ളൂ. അല്ല, ഇത് വന്ന് വാങ്ങിച്ചോണ്ട് പോകണം, അത് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴും ഞാനൊരു കാര്യം പ്രഖ്യാപിക്കുന്നില്ല. KSRTC ജീവനക്കാരെ കാണുമ്പോൾ ഗോളടിച്ചല്ലോ എന്ന് മറ്റാളുകൾ പറയുന്ന തരത്തിലുള്ള ഒരു സമ്മാനം നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. അത് പുറകെ വരും. ഇയാൾ ഇതാണോ ഉദ്ദേശിച്ചത് നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു സമ്മാനമാണ്. ആ സമ്മാനം നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകളും എഴുത്തുകൂത്തുമൊക്കെ നടക്കുകയാണ്. അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. എല്ലാം കൂടി പറഞ്ഞാൽ രസമില്ല. കഥയ്ക്കൊരു സസ്പെൻസ് വേണം. ആ സസ്പെൻസ് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് എത്തും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്തുമ്പോൾ നിങ്ങൾ ആഹാ എന്ന് പറയും. നിങ്ങളെ നോക്കിയിട്ട് എന്ന് മറ്റുള്ളവരും പറയും. അതിന് അവസരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഈ വിവോ നമുക്ക് നിർമ്മിച്ച് നൽകിയ ഈ വിശ്രമ കേന്ദ്രം സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബമായിട്ട് ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് ടോയ്ലറ്റ് കൂടി ഉണ്ടായി എന്നൊരു സൗകര്യമുണ്ട്. അതിന് ഒത്തിരി അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇനിയും അവർ ഇന്ന് തൃശ്ശൂരത്തെയും ഇവിടുത്തെയും 2 വിശ്രമ കേന്ദ്രങ്ങളും പാലക്കാട് വെച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട്